റെസ്പെക്ട് ഋഷു സാർ, ബാക്കി കൂടെയുള്ള എൻ്റെ ഫെല്ലോ ടോപ്പേഴ്സ്, അതുപോലെ അവരുടെ പാരൻസ്, പിന്നെ റെസ്പെക്റ്റഡ് അതർ ഡിഗ്നിറ്ററീസ്, പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട നമ്മുടെ നമ്മൾ ഇന്നിവിടെ നിൽക്കാൻ കാരണമാക്കിയതിൽ നമ്മുടെ പാരൻസിനെ പോലെ തന്നെ ആ ക്രെഡിറ്റ് അർഹിക്കുന്നവരാണ് ഈ ഐലൻഡിലെ അധ്യാപകർ മാത്രമല്ല ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് എനിക്ക് തോന്നുന്നു ധന്യ ചേച്ചി ആയിരിക്കും. അപ്പോൾ ധന്യ ചേച്ചി അല്ലെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഐലൻഡിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സർവീസിലെത്തുന്നവരെ ഐലൻഡ് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അത് ഒന്ന് മാറ്റി ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സർവീസ് എത്തുന്നവരെ ഐലൻഡ് കൂടെ ഉണ്ടെന്നുള്ള ഉദാഹരണങ്ങൾ ഒത്തിരി മുമ്പ് പ്രസംഗിച്ചവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ഞാനിപ്പോൾ സർവീസ് കയറിയതിന് ശേഷവും എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും എക്സാം എഴുതാനും. വീണ്ടും ഇപ്പോൾ ടീച്ചറൊക്കെ പറയും, എപ്പോഴും ടീച്ചർ സാർ പറയും, നീ വരണ്ട, പോയിരുന്ന് പഠിക്കുക, പരിപാടികൾക്കൊന്നും പോകണ്ട, പഠിക്കുമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ആ സപ്പോർട്ട് കണ്ടിന്യൂസ്ലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ PCM ജോയിൻ ചെയ്യാൻ വേണ്ടി അന്വേഷിച്ചപ്പോൾ എനിക്കൊരു സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. കാരണം പലരും സജസ്റ്റ് ചെയ്ത ഐലൻഡ് തന്നെയായിരുന്നു. ആ എൻ്റെ ചോയ്സ് ബെസ്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. പിന്നെ PCM വന്നപ്പോഴാണെങ്കിലും എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക്, എനിക്ക് ഇനീഷ്യൽ ക്ലാസ്സുകളിൽ തന്നെ മനസ്സിലായ ഒരു കാര്യം, പ്രിലിംസ് ക്വാളിഫൈ ചെയ്യലല്ല ഐലൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. കേവലം പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയായിരിക്കാം പല അക്കാഡമികളും അല്ലെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഫോഴ്സ് ചെയ്യുന്ന കുട്ടികളെ. പക്ഷേ ഞാൻ ക്ലാസ്സുകളിൽ കയറിയപ്പോൾ പലരുടെയും ക്ലാസ്, ഇപ്പോൾ നിഖിൽ സാറിൻ്റെ ആയാലും ശിവ സാറിൻ്റെയും ക്ലാസ് ആയാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർ ഒരു പ്രിലിംസ് കംസ് മെയിൻസ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു കമ്പൈൻഡ് അപ്രോച്ചിൽ എങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ എനിക്ക് ഇൻ്റർവ്യൂ വരെ എത്താനും അത് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചത് ആ ഒരു കമ്പൈൻഡ് എഫേർട്ട് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ തന്നുകൊണ്ടാണ്. അപ്പോൾ അതിന് ഞാൻ ഇവരോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ പറയുകയാണെങ്കിൽ ഇൻ്റർവ്യൂ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഷിനാസ് സാർ തന്ന സപ്പോർട്ട്. കാരണം ഇന്ന് എനിക്ക് എന്നെക്കുറിച്ച് അറിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ ഷിനാസ് സാറിന് അറിയായിരിക്കും. കാരണം സാറ് നമ്മളെക്കുറിച്ച് അത്രയും നമ്മുടെ ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം പഠിച്ചിട്ടുണ്ട്. അതൊന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ പല കാര്യങ്ങളും സാറ് പറഞ്ഞിട്ടുണ്ട്, ഇത് നീ എങ്ങനെയെങ്കിലും അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കണം ബോർഡിന് മുമ്പിൽ, ഈ ഞാൻ ജോലി ചെയ്ത അനുഭവങ്ങളൊക്കെ പറയാൻ ശ്രമിക്കണം. അപ്പോൾ അത് ഞാൻ സാറ് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു. ഹോപ്പ്ഫുള്ളി ആ ക്വസ്റ്റ്യൻ എൻ്റെ ഇൻ്റർവ്യൂ അത്ര ഗംഭീരമായിരുന്നില്ലെങ്കിലും ആ ഒരു സാർ പഠിപ്പിച്ച ആൻസർ പ്രത്യേകിച്ച് ആ പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് പറഞ്ഞപ്പോൾ ആ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ എല്ലാവരുടെയും മുഖത്തുള്ള ആ ഒരു പ്രസന്നത എനിക്ക് കാണാമായിരുന്നു. അത് എൻ്റെ ഒരു ഇൻ്റർവ്യൂ സ്റ്റേജിലൊരു നല്ല മൊമെൻ്റ് ആയിരുന്നു ആ ഒരു ഇൻസിഡൻറ്റ് നറേറ്റ് ചെയ്ത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ പിയർ ഗ്രൂപ്പും അതുപോലെ മനോഹരമായൊരു ഗ്രൂപ്പായിരുന്നു. കാരണം എല്ലാവരും പറയുന്ന ഹൈ സ്ട്രൈക്ക് റേറ്റുള്ള, കാരണം നമ്മൾ 4 പേരിൽ ഇപ്പോൾ അക്ഷരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. റീനു ഉണ്ട് ഇവിടെ, റീനു പുറത്തുണ്ട്, അതുപോലെ ആർഷുണ്ട്. അപ്പോൾ നമ്മൾ 2 പേര് സർവീസിൽ കയറി, അപ്പോൾ ബാക്കിയുള്ളവരും അധികം വൈകാതെ തന്നെ സർവീസിൽ കയറുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്. അപ്പോൾ ആ ഡിസ്കഷൻസ് ഞാൻ അധികം ഒരു പബ്ലിക് സ്പീക്കറൊന്നുമല്ല. അപ്പോൾ എനിക്ക് സംസാരിക്കാനും കുറച്ച് കാര്യങ്ങൾ ആദ്യമൊന്നും ഞാൻ ഒന്നും മിണ്ടില്ലായിരുന്നു. അപ്പോൾ ഇവരാണ് എന്ത് പൊട്ട ആൻസർ ആണെങ്കിലും നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച് അല്ലെങ്കിൽ ഒരു പലവട്ടം പറഞ്ഞ് തന്ന്, ആ പിയർ ഗ്രൂപ്പാണ് എന്നെ ഒരുപക്ഷെ ഇത്രയും സഹായിച്ചത്. ഞാനൊരു കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് സഹായിച്ചത് ഇവരുടെയൊക്കെ സഹായം കൊണ്ടാണ്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഷിനാസ് സാർ കഴിക്കാൻ തുടങ്ങി, എനിക്ക് തോന്നുന്നു വിശക്കുന്നുണ്ട്. സാറിൻ്റെ എല്ലാവർക്കും വിശക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ എല്ലാവരോടും നന്ദി മാത്രമേ പറയാനുള്ളൂ. കാരണം ഈ ഫൗണ്ടേഷൻ ആണ് എന്ത് കാര്യം, നമ്മൾ ഏതൊരു കാര്യത്തിന് പോകുമ്പോഴും ഫൗണ്ടേഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ആയത് ഐലേൺ ആണ്. അപ്പോൾ ഇനി ഞാൻ എവിടെ എത്തിയാലും, ഏത് സർവീസിലെത്തിയാലും, ഇനി ഇമ്പ്രൂവ് ചെയ്താലും ഫൗണ്ടേഷൻ ഇവിടെ തന്നെയാണ്. അത് കഴിഞ്ഞ് അതിന് മുകളിൽ കെട്ടിപ്പോക്കുന്ന എല്ലാത്തിനും വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ അതിന് ഞാൻ ഐലേണിനോട് എന്നും ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് യു.